ജിനു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തായിട്ട് ജിനു അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എത്രത്തോളം സത്യമാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം ഇവിടെ ഷാജിദാന്റെ നടക്കുമ്പോൾ, അരങ്ങേറുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ പലരും അവളെ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ 4-5 ദിവസമായി ജിനു ഒന്നും പറയാതെ, ഒന്നും റിയാക്ട് ചെയ്യാതെ നടക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. ലാസ്റ്റിലിട്ട ഒരു വീഡിയോ 4-5 ദിവസങ്ങൾക്ക് മുൻപാണ്. അതിൽ അധികമൊന്നും അവളെ മോശക്കാരിയാക്കിയിട്ട് പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ ഒരു വ്യക്തത തരാൻ വേണ്ടിയിട്ട് ജിനുവിനോട് സംസാരിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ജിനു ഇപ്പോൾ തീരെ ഷാജിദാനെതിരെ വന്ന വീഡിയോസ് ഒന്നും ഇവരുടെ പ്രശ്നം ഇതാണ്. ജിനൂസ് ഷാജിദയ്ക്ക് കണ്ടില്ല. ഞാൻ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ചത്. ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ആ പറഞ്ഞത്? ഒരു പ്രസിദ്ധ വ്ളോഗറാണ് ജിനൂസ്. ആ ജിനൂസ് ഇപ്പോൾ സാജിദയെക്കുറിച്ച് വ്ളോഗുകൾ ചെയ്യാത്തത്, അഥവാ റിയാക്ഷൻ വ്ളോഗുകൾ ചെയ്യാത്തത്, ഈ സാജിദയും ജിനൂസും തമ്മിൽ പ്രേമമാണ്. ആ ജിനൂസ് യഥാർത്ഥത്തിൽ സാജിദയെ കല്യാണം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ വെറും എന്താ പറയുക, അപക്വമായ വിശ്വസനീയമല്ലാത്ത വെളിപ്പെടുത്തലുകളുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു വ്ളോഗർ രംഗത്ത് വന്നിരിക്കുന്നു. ആ വ്ളോഗിൻ്റെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം മോശമല്ല വെച്ചിട്ട് ഞാൻ ആ സ്ത്രീയുടെ ഒരു എന്താ പറയുക, ആ വോയിസ് ആണ്, അവിടെ ചിത്രമില്ല, ആ വോയിസാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത്. ജിനൂസ് റിയാക്ഷൻ വ്ളോഗ് സാജിദക്കെതിരെ ചെയ്യാത്തത്, ഈ സാജിദയും ജിനൂസും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അതല്ലെങ്കിൽ പ്രേമമുണ്ട്. അതുകൊണ്ടാണ് സാജിദയുടെ ചില കമൻറ്റുകൾ നിങ്ങൾ എനിക്ക് അയച്ച ആ പറയുന്ന സ്വകാര്യ ചാറ്റുകൾ ഞാൻ പുറത്തുവിടും എന്നൊക്കെ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു രീതിയിലുള്ള കമൻറ്റ് സാജിദ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കമൻറ്റിനെ ആസ്പദമാക്കി, അതായത് സാജി എന്ന് പറയുന്ന സ്ത്രീ പറയാണ്, ജിനൂസെ, നീ സ്വകാര്യമായിട്ട് എന്നോട് ചാറ്റ് ചെയ്ത ആ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ പുറത്ത് വിട്ട് എന്നെ നാറിക്കും. എല്ലാവരും ഇവിടെ 1-2 ആളുകളൊന്നും എല്ലാവരും നാറിച്ചിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിലുള്ളവരെ മുഴുവൻ നാറ്റിച്ചു, അയൽപക്കത്തുള്ളവരെ മുഴുവൻ നാറ്റിച്ചു, ഈ സമുദായത്തെ മുഴുവൻ നാറ്റിച്ചു, നാട്ടുകാരെ നാറ്റിച്ചു. സാജിദയുടെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലായി. ഒരു വിവാഹകാര്യം കൂടെ ഇനി ആ പ്രദേശത്തുള്ളവർക്ക് പോലും നടക്കൂല. കാരണം അത്രമാത്രം ഇതൊക്കെ ചളിവാരി എറിഞ്ഞ്, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോവിഡ് ബാധിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുനിന്ന് പിന്നെ ഒരൊറ്റ ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അല്ലേ എന്ന് പറയുന്ന ഒരു പ്ലേഗ് ബാധിച്ചതുപോലെ. പ്ലേഗ് ബാധിച്ചാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിമാനങ്ങൾ പോലും റദ്ദാക്കിയിരുന്നു. അപ്പോൾ എന്നതുപോലെയാണ് സാജിദയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ വരുന്ന ആളുകളോട് മുഴുവൻ നമ്മൾക്കൊരു പുച്ഛ മനോഭാവം തോന്നും. അത്രമാത്രമുള്ള ഒരു ദുഷിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ആറിക്കാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ജിനൂസിനെ നാറ്റിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സാജി എന്ന പേരിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ജിനൂസെ, ഞാൻ കാണിച്ചു തരാൻ, എനിക്ക് എല്ലാവരോടും കാണിച്ചു തരാൻ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഓളൊന്നും കാണിച്ചു തരുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ എന്ത് കാണിച്ചു തരാ? നമ്മൾ പറയുമല്ലോ, ഈ എന്താ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ചട്ടിയിലോളം ചാടിയാൽ എന്താ പറയുക, ചെമ്മീൻ ചാടിയാൽ ചട്ടിയിലോളം എന്നൊക്കെ പറയുന്നത് പോലെ ഇവൾ കുറേ ആയി ചാട്ടം തുടങ്ങിയിട്ട്. പക്ഷേ ഇന്നും ഈ ചട്ടിയിൽ തന്നെയാണ് അവൾ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവളുടെ ചാട്ടമൊന്നും പുറം ലോകത്തെത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ പുരുഷന്മാരോടും അവൾ പറയുന്നുണ്ട്, സ്ത്രീകളോടും പറയുന്നുണ്ട്, എനിക്കെതിരെ റിയാക്ഷൻ ചെയ്തവനെ ഞാൻ കാണിച്ചു തരാൻ, ഞാൻ നാറ്റിക്കും, അങ്ങനാക്കും. എനിക്ക് എതിരെ പോലും ഈ സ്ത്രീ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പാപ്പ, വല്യപ്പ, ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ശരിയാക്കൂട്ട, ഇത്രമാത്രം എന്താണ് പറയേണ്ടത് എന്ന് ഈ പെണ്ണിനെ അറിഞ്ഞുകൂടാ. അപ്പൊ ജിനുവും ഷാജിദയും ആയിട്ടുള്ള ബന്ധം എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് ഒന്നുമില്ല. ഇനിയിപ്പോ അവര് തമ്മിൽ കല്യാണം കഴിച്ചു, എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അതിലൊരുത്തം വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ്, വേറെ ഒരു ടീം വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളുന്നത്? എനിക്കൊരു പൊള്ളലില്ല. ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് ജിനു. ഷാജിദയായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ്
ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ജിനൂസിന് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയിട്ടില്ലേ? ഇവളുമായിട്ട് ചാറ്റ് ചെയ്യാനും അങ്ങനെ പ്രേമിക്കാനും കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഈ ജിനൂസ്. അപ്പോൾ മാത്രമല്ല അത്യാവശ്യം നല്ല വ്യൂവേഴ്സുള്ള ഒരു യൂട്യൂബറുമാണ്. അതല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വേറെയും ചില ഉപജീവന മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ജീവിക്കാവുന്ന രീതിയിലൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ തന്നെയാണ് ഈ ജിനൂസ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ജിനൂസ് ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്തത് ഒന്നല്ല, സാജിദയെക്കുറിച്ച് ഞാൻ തന്നെ എത്ര പോലും വ്ളോഗ് ചെയ്തു. വേണ്ട വേണ്ട എന്ന് വിചാരിക്കും, പക്ഷേ വീണ്ടും ചെയ്യാൻ നിർബന്ധിതനാകും. അപ്പോൾ എന്നതുപോലെ തന്നെ ഇതുവരെ 3-4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. എപ്പോഴും പിന്നെ സാജിദയുടെ തുടർക്കഥ പോലെ 1-2 വീഡിയോ ചെയ്യുന്ന ഈ ജിനൂസ് എല്ലാ ദിവസവും സാജിദയെക്കുറിച്ച് തന്നെ വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നും. അപ്പോൾ 2-3 ദിവസം സാജിദയുടെ വ്ളോഗ് ചെയ്തിട്ടില്ല. ഇതാണ് കാരണം. ഈ ഒറ്റ കാരണത്താൽ ഈ ഒരു സ്ത്രീ പറയുന്ന വോയിസാണിത്. ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഇനി ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ എന്താ പറയുന്നത്? ഈ വനിതാ വ്ളോഗർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വനിതാ വ്ളോഗർ പറയുന്നത് ഈ ജിനൂസ് എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്തു കൂടെയാണ്, എന്നിട്ട് ആളെ കാണിക്കണമില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ജിനൂസിനെ. അപ്പോൾ ജിനൂസ് ഇനി അവളെ കല്യാണം ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്കെന്താണ് ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. കാരണം എനിക്കെന്താ അപ്പോൾ അതിൽ പ്രശ്നം? ഇങ്ങനെയൊക്കെയുള്ള വെറും അപവാദ പ്രചരണം, വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ മോശമാക്കാനുള്ള ഈ ഒരൊറ്റ കമൻറ്റിൽ പിടിച്ചിട്ട്, ആരുടെ കമൻ്റാണ് ഇതിന് തെളിവ് എന്ന് പറഞ്ഞാൽ തികച്ചും വിശ്വാസയോഗ്യമല്ലാത്ത, ഒരു വാക്കുകൾക്കും യാതൊരു മാന്യതയും വിലയും അന്തസ്സുമില്ലാത്ത സാജിയുടെ ഒരു കമൻറ്റ് എൻ്റെ എല്ലാ വ്ളോഗുകളിലും അവൾക്കെതിരെ റിയാക്ഷൻ ചെയ്യുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യം ചെയ്യുന്ന കമൻറ്റ് അവളുടേതാണ്. അപ്പോൾ അതിലൊക്കെ അവൾ എന്നോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആക്കിത്തരാം വല്യപ്പ, ഞാൻ ഇങ്ങനെ ആക്കിത്തരാം വല്യപ്പ, അവൾക്ക് എന്തും ചെയ്തുകൂടെ, എന്തും പറഞ്ഞുകൂടെ. അപ്പോൾ കേവലം ആ ഒരു കമൻറ്റ് മാത്രം തെളിവാക്കിക്കൊണ്ട് ഈ ജിനൂസിനെതിരെ അപവാദം പറയുന്ന വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. സത്യത്തിൽ അത് വെറുതെ പറയാണ്, യാതൊരു സത്യവും അതുമായിട്ട് ബന്ധമില്ല. പല കാരണങ്ങളാൽ. ഒന്നാമത്തെ, ജിനൂസ് കുടുംബവും കുട്ടികളുമായിട്ട് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ ജിനൂസും റിയാക്ഷൻ വ്ളോഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവളെ പറ്റി റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ അവൾ ലൈവിൽ നല്ല അഭിഷേകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ജിനൂസിനോടും അവൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഒരു കമൻറ്റ് അടർത്തിയെടുത്ത് ആ ജിനൂസ് ഈ സാജിദയുമായിട്ട് പ്രേമമാണ്, അതുകൊണ്ട് ഇനി കല്യാണത്തിൽ എത്തിച്ചേരും, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എന്നൊക്കെ പറയുന്ന ഒരു വോയിസാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഈ കൃത്രിമമായി ഉണ്ടാക്കി പലതും പറഞ്ഞ് ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും നല്ലതിനും അഥവാ ചീത്ത കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഈ സൈബർ ലോകം അഥവാ ഈ യൂട്യൂബ് ഉപയോഗപ്പെടുത്താം, ഫേസ്ബുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം നല്ലതിന് അഥവാ സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും റിയാക്ഷൻ വ്ളോഗുകളുമാവാം. പക്ഷേ അതൊക്കെ ഒരു ഗുണപാഠമുള്ള. അപ്പോൾ ചോദിക്കും, ഈ സാജിയുടെ വ്ളോഗിന് എന്ത് ഗുണപാഠമാണ്? പൊതുവേ ഉള്ള ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന വ്ളോഗുകൾക്ക് എന്ത് ഗുണപാഠമാണ്? ജാമിദ എന്ന് പറയുന്ന വട്ടായ സ്ത്രീ ചെയ്യുന്ന ഈ പറയുന്ന വ്ളോഗുകൾക്ക് എന്ത് ഗുണപാഠമാണ്? വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭാഷ മാത്രം പറയുന്ന ആരിഫിൻ്റെ വ്ളോഗുകൾക്ക് എന്ത് ഗുണപാഠമാണ്? പക്ഷേ ഗുണപാഠം ആവശ്യമൊന്നുമില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളയമില്ലാതെ ചാടുന്നവരാണ്. അവർക്ക് ഈ എന്താ പറയുക, ആളുകളുടെ വിസർജ്യം വാരി വിഴുങ്ങി മാത്രമേ ശീലമുള്ളൂ. അത് നല്ല പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ അതൊരു പരിധിവരെ കിട്ടുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങളെപ്പോലെ. ഇപ്പം എന്നോട് ചോദിക്കാം, കാക്ക നിങ്ങൾക്ക് എന്താ ഉള്ളത് റീച്ച്? ഇവർക്കൊക്കെ വലിയ റീച്ച് ഉണ്ടല്ലോ, പക്ഷേ അതൊക്കെ കുറച്ചു കാലമുള്ളൂ. അത് എല്ലാ കാലത്തും ഒന്നും അങ്ങനെ മാലിന്യം വാരി കക്കൂസിലെ ടാങ്ക് കാലിയായി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? പിന്നെ അവർക്ക് വാരി വിഴുങ്ങാൻ എവിടേക്ക് പോകും? അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് കാലത്തേക്ക് എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ സാജിദ നിലവിട്ടിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ അവൾക്ക് മറ്റൊരു സംഗതി കൂടി അറിയാം. എന്താണ്? ഈ സാജിദക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. കാരണം വേറെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അവിടെ കയറി പറ്റണമെന്ന് ഓൾക്കുണ്ട്.
അതുകൊണ്ട് ഓളിപ്പോൾ ക്രീം കച്ചവടവും മറ്റു പല കച്ചവടവും തുണിക്കച്ചവടവും ഒക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും കിട്ടുന്ന മുറക്ക് നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.